പ്രൈസ് ദി ലോർഡ്. ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ളവർ, ഒരല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ള നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മൈക്കിന്റെ ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്നും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വീടുകളിലുമൊക്കെ പറഞ്ഞ കാര്യമാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകൻ എന്ന്. മനുഷ്യരൊക്കെയും ഇന്ന് ഏതാണ്ട് വലിയ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്ന സമയങ്ങൾ. എന്നാൽ യേശു കർത്താവ് തരുന്ന സമാധാനവും സന്തോഷവും സ്നേഹവും അതെന്നേക്കും നിലനിൽക്കും. ഒരു ദിവസത്തേക്കോ ചില മണിക്കൂറുകളിൽ മാത്രമോ അല്ല, അതെന്നേക്കും നിലനിൽക്കുന്നത്. അതിന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആ സമാധാനവും സന്തോഷവും സ്നേഹവുമൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും അനുഭവിക്കുവാൻ കഴിയും. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം ഇന്ന് ലോകത്ത് നടക്കുന്നതായ ഓരോ കാര്യങ്ങളെയും നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും നമ്മുടെ കൺമുൻപിൽ തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആയതിനാൽ അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇപ്പോഴാണ് ഇപ്രകാരമാണ് പറയുന്നത്: അപ്പോൾ യഹോവ, എന്റെ ആത്മാവ് മനുഷ്യനോട് എല്ലായ്പ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, അവന്റെ ആയുഷ്കാലം 120 വർഷം ആയിരിക്കും എന്ന് അരുളിച്ചെയ്തു. മനുഷ്യൻ ജഡമയനാണ്. മോശ 120 വർഷം ജീവിച്ചിരുന്നു. അതുപോലെ പലരും. എന്നാൽ പഴയ നിയമത്തിന്റെ നാം പഠിക്കുമ്പോൾ 900 അധികം വർഷങ്ങൾ ജീവിച്ചിരുന്ന മനുഷ്യരും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ മനുഷ്യന്റെ ആയുസ് കുറഞ്ഞപ്പോൾ 120 സംവത്സരം അല്ലെങ്കിൽ 120 വർഷമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും മനുഷ്യനോട് ദൈവം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യൻ ജഡമയനാണ്. ഒരിക്കലും ഈ ജഡം നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിലുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ല. എന്നാൽ പാപത്തിൽ കൂടി ആത്മാവ് നഷ്ടപ്പെടുകയും മനുഷ്യൻ മരണത്തിന് അടിമപ്പെട്ടു പോകുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ ദൈവം പറയുന്നത്, സദാകാലവും ദൈവം മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല.
ഇപ്പോൾ നമ്മുടെ ജീവിതം എത്രയായിരിക്കുന്നുവോ, നാം ഇനി എത്ര കാലം കൂടി ജീവിച്ചിരിക്കും എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആയതിനാലാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മളിൽ നാശങ്ങളല്ലാതെ നന്മകളൊന്നും വരികയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, അവന്റെ ആയുഷ്കാലം 120 വർഷമായിരിക്കും എന്ന് അരുളിച്ചു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം പറയുന്നത്, നിനക്കും നിന്റെ മക്കൾക്കും നന്മയുണ്ടാകേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും മനുഷ്യൻ അനുസരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ അനുസരിക്കാതെ മുൻപോട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യനെ കൊണ്ട് ഈ ലോകത്ത് നാശവും നഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനു തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. മോശയുടെ കയ്യിൽ കൊടുത്ത കൽപ്പനക, അതിൽ 10 കൽപ്പനകൾ എഴുതിയിരുന്നു. ഈ 10 കൽപ്പനകൾ ഓരോ കൽപ്പനകയുടെയും അകത്തും പുറത്തും ദൈവത്തിന്റെ വചനം തന്നെയായിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുറമേ മാത്രം കൽപ്പന പോരാ, നമ്മുടെ അകത്തും വേണം കൽപ്പന പ്രമാണിക്കുന്ന ഒരു മനുഷ്യൻ. അതിനാണ് പറയുന്നത്, നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നാം തന്നെ എഴുതി വയ്ക്കണം എന്ന്. അതാണ് ആ കൽപ്പനകയുടെ അകത്തും പുറത്തും 2 വശത്തുമായി കൽപ്പനകൾ ദൈവം എഴുതി വെച്ചത്. അത് മനുഷ്യൻ പുറമേ മാത്രം കാണിക്കുവാനുള്ളതല്ല, അവന്റെ അകത്തും അത് ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം അവന്റെ ജീവിതം. അതാണ് ഇവിടെ പറയുന്നത്, നിനക്കും നിന്റെ മക്കൾക്കും നന്മയുണ്ടാകേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുക എന്ന്. അപ്പോൾ ദൈവം നമുക്കൊരു ദേശം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ദീർഘകാലം വസിക്കണം. അതിനായി നാം എന്ത് ചെയ്യണം? ഈ ലോകത്ത് തന്നെ നാം ആയിരിക്കുമ്പോൾ അതിനു വേണ്ടതായ ക്രമീകരണങ്ങൾ, കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞെന്നാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, അവൻ മരണത്തെ എന്നേക്കുമായി വിഴുങ്ങിക്കളയും. യഹോവയായ ദൈവം സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സർവഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന്റെ മുഖത്ത് നിന്ന് അവന്റെ കണ്ണുനീര് ദൈവം മായ്ച്ചു കളഞ്ഞാൽ മാത്രമേ അവന് സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ വലിയ നഷ്ടം വരുമ്പോഴായിരിക്കും നമ്മളുടെ ഹൃദയം തകർന്ന് നാം കരയുന്നത്. അങ്ങനെ നാം വേദനയെടുത്ത് കരയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഒരു സഹജീവിക്ക് കഴിയുകയില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ല. അവർ വന്നിരുന്ന് നമ്മളെ ആശ്വസിപ്പിച്ചെന്നാലും നമ്മുടെ യഥാർത്ഥമായ വേദന നമ്മുടെ ഹൃദയത്തിലാണ്. ആ ആശ്വാസവും ആ വേദനയും രണ്ടും രണ്ടായി നിൽക്കും. അവരിച്ചിരി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ അവരൊക്കെയും നമ്മളുടെ അടുത്ത് നിന്ന് മാറിപ്പോകും. ആ വേദന നമ്മളുമായി എപ്പോഴും ഇരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, നിന്റെ മുഖത്തെ കണ്ണുനീർ ദൈവം തുടച്ചു കളയുന്നുവെങ്കിൽ തീർച്ചയായും നിനക്കത് വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകും. അതിനാണ് ഇവിടെ പറയുന്നത്, നിനക്കും നിന്റെ മക്കൾക്കും നന്മയുണ്ടാകേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ
നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കണം. അപ്പോൾ അങ്ങനെ അനുസരിക്കുന്ന മനുഷ്യരുടെ മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സർവഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. കാരണം മനുഷ്യനൊക്കെയും ദൈവത്തിൽ നിന്നകന്ന് താങ്ങളുടെ വഴിയിൽ കൂടി യാത്ര ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അനേക സ്ഥലങ്ങളിൽ അനേകർ നിന്ദിക്കപ്പെടുന്നുണ്ട്. അനേക കാരണങ്ങളായിരിക്കും അതിന്. അനേക വഴികളിൽ കൂടിയായിരിക്കും നാം യാത്ര ചെയ്യുന്നത്. കാരണം വിശാലമായ വഴിയെപ്പറ്റിയും ഇടുങ്ങിയ വഴിയെപ്പറ്റിയും ബൈബിൾ പറയുന്നുണ്ട്. വിശാലമായ വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നാം പലപ്പോഴും വഴി തെറ്റിപ്പോകുകയും നമുക്ക് ദോഷം സംഭവിക്കുകയും അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് ദോഷമായി തീരുകയും ചെയ്യും. എന്നാൽ ഇടുങ്ങിയ വഴികളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ക്ലേശം നിറഞ്ഞതാണ് ആ യാത്ര. ആ യാത്രയിൽ നാം ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം നമ്മുടെ ഇടുക്കത്തെ നീക്കി നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി നമ്മളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവം അനുഗ്രഹിച്ച് നടത്തുമെന്ന് തിരുവെഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 21-36. ആകയാൽ ഈ സംഭവിക്കുവാനുള്ള സകലത്തിൽ നിന്നും രക്ഷപ്പെടുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എല്ലായ്പ്പോഴും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ഈ സംഭവിക്കുവാനുള്ളതൊക്കെ സകലത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നാം അനേക ക്ലേശങ്ങളിൽ കൂടിയും കഷ്ടങ്ങളിൽ കൂടിയും പലപ്പോഴും ആരും സഹായിക്കുവാനില്ല, ആരിലും ആശ്രയിക്കുവാനുമില്ലാതെ എന്തു ചെയ്യണം എന്ന് യാതൊരു പിടിയുമില്ലാതെ എത്രയോ മനുഷ്യരാണ് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. അത്തരം സാഹചര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എപ്പോഴും സാധ്യതയുള്ളതിന്റെ കാരണം പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മുടെ കൺമുൻപിൽ അത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാകയാൽ ഈ സംഭവിക്കുവാനുള്ള സകലത്തിൽ നിന്നും രക്ഷപ്പെടുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എല്ലായ്പ്പോഴും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഇരിക്കുവിനെന്ന്. അപ്പോൾ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കേണ്ടതായ ഒരു സമയം വരുന്നുണ്ട്. ആ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോക സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പ്രിയമുള്ളവരെ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം എന്ന് തിരുവെഴുത്ത് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാരണം മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നമുക്ക് എന്താണ് രക്ഷ? ആരാണ് നമ്മെ സഹായിക്കുവാനുള്ളത്? മാനസാന്തരപ്പെടാതിരിക്കുന്ന മനുഷ്യൻ എപ്പോഴും അവന്റേതായ ഇഷ്ടങ്ങളും അവന്റേതായ താല്പര്യങ്ങളും മാത്രമാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ സകലരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ നാം നിൽക്കേണ്ടിയിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനും നിൽക്കാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും മനുഷ്യരുടെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ ഞാൻ വീണ്ടും വരുമെന്ന് ഈ ലോകത്തോട് അറിയിക്കുകയും ആ രണ്ടാമത് ഇനി വരുന്നത് പ്രിയമുള്ളവരിൽ ഇവിടെ ആരുടെയും പാപം മോചിക്കുവാൻ വേണ്ടിയല്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്യുവാൻ വേണ്ടിയല്ല, ഒരുത്തരെയും നന്നാക്കുവാൻ വേണ്ടിയുമല്ല. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവ് യേശുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ്.
സകല മനുഷ്യരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള യാഗം കാൽവരിയിലെ ക്രൂശിൽ യേശു കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു യാഗവും ഇവിടെ അവശേഷിക്കുന്നില്ല. അതിനാണ് മാനസാന്തരപ്പെടുവിൻ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഫിലേമോൻ എഴുതിയ 15 ഒറ്റ അധ്യായമേ ഉള്ളതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, അവൻ അല്പകാലം വിട്ടുപിരിഞ്ഞത് ഒരുപക്ഷെ അവന് സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും എന്ന്. ഇത് നമുക്കിങ്ങനെ കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, ഒരു മനുഷ്യൻ, കുലീനനായ ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോയി രാജാവായി മടങ്ങി വരും. ഇത് യേശു കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. യേശു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഇവിടെ പറയുന്നത്. ഒരു കുലീനനായ ഒരു മനുഷ്യൻ മടങ്ങി വരേണ്ടതിന്, രാജത്വം പ്രാപിച്ച് മടങ്ങി വരേണ്ടതിന് ദൂരദേശത്തേക്ക് പോയി എന്ന്. യേശുവിന്റെ വീണ്ടും വരവ് രാജാതിരാജാവായിട്ടാണ്. ഈ ഭൂമിയിലുള്ള സകലത്തെയും അടക്കി ഭരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. അതാണ് ഈ ലൂക്കോസ് 19:12 പറയുന്നത്. ഇവിടെ വായിച്ചതും അത് തന്നെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും പൂർണ്ണത വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ യേശു കർത്താവ് കൽവരിയിൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് തന്നെ യാഗമായി അർപ്പിച്ചത്. ഇനി സദാകാലത്തേക്കും പൂർണ്ണത വരുത്തിയിരിക്കുന്നു. ഇനി യേശുവിന്റെ വരവിൽ ഇന്നിവിടെ കാണുന്നതായ ഒരു ഭരണവും കാണുകയില്ല. ഇന്നത്തെ ഒരു നിയമങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. അന്ന് ഒരു ന്യായവിധി ഉണ്ടാകും. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത സകല മനുഷ്യരും ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമെന്ന്. ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അവരെ ന്യായം വിധിക്കുവാൻ തന്നെയാണ് ന്യായാസനത്തിന്റെ മുൻപിൽ നിർത്തുന്നത്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ അവനോട് കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുകയും നിത്യതയെന്ന സ്വർഗരാജ്യത്തിൽ യേശു കർത്താവിനോട് കൂടെ ജീവിക്കുകയും ചെയ്യും എന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, യെഹെസ്കേൽ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത് നാം ചിന്തിക്കണം, നമുക്കറിഞ്ഞുകൂടാ എങ്കിൽ മനസ്സിലാക്കണം. യെരുശലേമിന് ചുറ്റും 5 ജാതീയ രാജ്യങ്ങളാണുള്ളത്. യെരുശലേമിലെ അവിടെ യുദ്ധം നടക്കുന്നതെന്ന് ആദ്യമായിട്ടല്ല, അവിടെ എപ്പോഴും യുദ്ധം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തിരുവചന പ്രകാരം ഇസ്രായേലിനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഒടുവിൽ ഇസ്രായേൽ രക്ഷയില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നവർ കുത്തിയവങ്കലേക്ക് നോക്കും. കാരണം യേശുവിന്റെ ഹൃദയം കുത്തിത്തുളച്ചത് അവരാണ്. അവര് യഹൂദന്മാരാണ്. അവരാണ് യേശുവിനെ ക്രൂശിച്ചത്. അവർ ഒടുവിൽ യേശുവിനോട്
നിലവിളിക്കുന്ന ഒരു സമയമുണ്ടാകും. അവർക്ക് നിലനിൽക്കുവാൻ കഴിയാതെ വരുന്ന ഒരു കാലം, അവർക്കിവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുന്ന ഒരു കാലം. ഇന്ന് ലോകത്ത് ഇസ്രായേലിനോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യരും ഭൂമിയിലില്ല. സകല അതിനൂതനമായ കണ്ടുപിടുത്തങ്ങളും അവരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആ കണ്ടുപിടുത്തങ്ങളൊന്നും അവരെ രക്ഷിക്കുകയില്ല. അപ്പോഴാണ് അവർ യേശുവിനെ കുത്തിയവങ്കിലേക്ക് നോക്കി ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇസ്രായേലിൽ നിന്ന് അതിഭയങ്കരമായ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ നിർജ്ജനമാകുമെന്ന് തിരുവെഴുത്തിൽ പറയുന്നു. അങ്ങനെ ഗസ ഇപ്പോൾ നിർജ്ജനമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ പ്രവചനങ്ങളും നമ്മളുടെ കൺമുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെയും ഈ തിരുവചനം കേട്ട നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും യേശു കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്നും എപ്പോഴും നിലനിൽക്കട്ടെ. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും.